ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. വീഡിയോ ഒന്ന് കണ്ടു, സുധിച്ചേട്ടന്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. കുഞ്ഞ് ഋതപ്പനെ പേടിച്ചിട്ടാണ്. അതായത് ഇത് തടിയല്ലേ, തടിയെടുത്ത് ഋതപ്പൻ എടുത്ത് ഒടിച്ചു കളയും. അതുകൊണ്ട് ഋതപ്പൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗത്തിൽ ഞാൻ വളരെ സേഫ് ആയിട്ട് കട്ടിനടിയിൽ വെച്ചു എന്നുള്ളത്. കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് എന്താണ്, രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ചു. ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു അവാർഡ്. അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. എന്നെ വിശ്വസിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാനത് എനിക്കിപ്പോഴൊക്കെ കിട്ടിയ അവാർഡ് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതല്ല, ഞാൻ ടേബിളിന്റെ പുറത്ത് കൊണ്ടുവച്ചാണ് സൂക്ഷിച്ചു വെച്ചത്. സുധിയേട്ടന്റെ സാധനം സൂക്ഷിച്ചു വെച്ചത് കട്ടിന്റെ അടിയിൽ. എവിടെ? കട്ടിന്റെ അടിയിൽ. സുധി എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. ഇനി എനിക്ക് ആവശ്യമില്ല. ഈ ക്യാമറ വരുമ്പോ മാത്രം എടുത്ത് പൊക്കി പിടിച്ച് പറയാനുള്ള ഒരു വസ്തു മാത്രമാണ് സുധി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി, കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പോൾ ഇവർ 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സുധിച്ചേട്ടന്റെ പൊട്ടും കണ്ണെഴുതിയിരിക്കുന്നു. സുധിച്ചേട്ടന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാണ്. നമ്മുടെ മോനെ അങ്ങനെ ചെയ്തത് 5 വയസ്സായതേ ഉള്ളവൻ. നീ എന്തിനാ മോനെ ഈ നരകത്തിന്റെ കൂടെ നടക്കണേ? എന്റെ പൊന്നെ പ്രതീക്ഷ നീ അമ്മയോടെ കിടന്ന് നീ ഈ പറയുന്ന മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കരുത്. അതുപോലെ തന്നെ പരട്ടകളും. ഈ കിച്ചുവിന്റെ വീടാണ്, കിച്ചുവിന്റെ ഋതപ്പന്റെയും കൂടെയുള്ള വീടാണ്. അവനൊരു പ്രത്യേക വീടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മുറി ഉണ്ടെന്ന്. ഏത് റൂമുണ്ടാവും? റൂമുകളെല്ലാം നിറച്ച ആൾക്കാരുണ്ട്, കുറെ എണ്ണം പറ്റി കിടപ്പുണ്ട്. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചല്ല, ഇത് ഞാൻ വെറുതെ ഋതപ്പൻ എടുത്ത് കളിച്ച് നശിപ്പിച്ചോ എന്ന് പറഞ്ഞു വെച്ച അവാർഡാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചത്. വായിൽ നല്ല നോണയൊന്നും വന്നില്ല. ഏട്ടന്റെ മീശ, അയ്യോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു സുധിച്ചേട്ടാ, മിസ് യു. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് സുധിച്ചേട്ടൻ എനിക്ക് വേണ്ടി എടുത്ത ഫോട്ടോയാണ്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കട്ടിന്റെ മേളിൽ കയറി, അലമാരുടെ മേളിൽ കയറി ഞാൻ കാണും എന്നുള്ളതാണ്. ഓട്ടക്കാരനായിട്ട് തിരിച്ചു വന്നതിനെ പിന്നെ എങ്ങനെ സ്വീകരിക്കണം? ആക്കിയത് നിങ്ങളല്ലേ? ഈ തട്ടമ്പുറത്തുകാരെ ഒന്ന് നോക്കൂ. അമ്മയാണ് ഇതേപോലത്തെ ഉടായിപ്പ് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. കുറ്റം പറയുന്നു, കുറ്റം പറയും. ഇതൊക്കെ എങ്ങനെ കുറ്റം പറയാതിരിക്കും? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.